റെഡ് ലൈൻ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഒരു 4th ഗിയർ വരെയാണ് നമുക്ക് ശരിക്കും റെഡ് ലൈൻ കട്ട് ഓഫ് തന്നെ വണ്ടിയെ ടച്ച് ചെയ്യുന്നത്. 5th ഗിയറിൽ അങ്ങനെ കട്ട് ഓഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ല 6th ഗിയറും എനിക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അതായത് നമ്മൾ പൊതുവേ പഴയ എൻഫീൽഡ്സിലൊക്കെ കണ്ട പോലെയുള്ള മിറേഴ്സിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് മിറേഴ്സ് നന്നായി വൈബ്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. സീറ്റിൽ അറിയുന്നുണ്ട്, ഫുഡ് പെക്കിൽ അറിയുന്നുണ്ട്, അപ്പോൾ എല്ലായിടത്തും വൈബ്രേഷൻ അറിയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഇഷ്യൂ ഉള്ളൊരു ബൈക്കാണിത്. എനിക്കറിയില്ല, ഈ റോയൽ എൻഫീൽഡിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണോ ആൾക്കാർ. വാട്സ്ആപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ഹീറോയുടെ ബൈക്ക് നമ്മൾ റിവ്യൂ ചെയ്യാണ് വർഷങ്ങൾക്ക് ശേഷം. വെൽക്കം ടു ദ റിവ്യൂ ഓഫ് മാവറിക് 440. പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ഹീറോ ബൈക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ ചാനലും ഹീറോയായിട്ട് ഭയങ്കര ടിക്ടോക്ക് കളിയാണ്. അതുകൊണ്ട് തന്നെ ബൈക്സ് ഒന്നും നമുക്ക് കിട്ടാറില്ല. ഫൈനലി ചാമരാജനഗർ എന്ന് പറയുന്നൊരു സ്ഥലത്തെ ഒരു ഹീറോ ഷോറൂമാണ് അഗ്രി ചെയ്ത് നമുക്ക് വണ്ടി തരാം, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം, അങ്ങനത്തെ ഒരു ഫ്രീഡം തന്നതിന് ശേഷം. അപ്പോൾ ബിഗ് താങ്ക്സ് ടു APS മോട്ടോഴ്സ്. നിങ്ങൾക്ക് ഹീറോയുടെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ സ്ഥലത്ത് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ദം, അവർ നിങ്ങൾക്ക് വണ്ടി ശരിയാക്കി തരുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വണ്ടി ഞാൻ മൈസൂർ സൈഡ് പോയി എടുത്തു വന്നുകൊണ്ട് വളരെ നല്ലൊരു ധാരണ കിട്ടി വണ്ടി ഓടിച്ചപ്പോൾ തന്നെ. അതായത് ഒരുപാട് ദൂരം ഹൈവേയിൽ ഓടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. പിന്നെ ഇന്നിപ്പം വണ്ടിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇത് ഓഫ് റോഡ് ചെയ്ത പോലെ ഒന്നും തോന്നരുത്. കാരണം ഇത് ഓഫ് റോഡ് ചെയ്തല്ല, രാവിലെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു സ്പ്രേ മഴ പെയ്തിട്ടാണ് ഇതിങ്ങനെയായത്. അതർവൈസ് ദ ബൈക്ക് ആക്ച്വലി ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഒരു ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റൈലിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എഗെയിൻ ഞാൻ പറയുന്നു, ഇപ്പം ഇതൊരു മണ്ണ് കുളിച്ച് നിൽക്കുന്നൊരു ബൈക്കാണ്. അതർവൈസ് ഇത് സ്റ്റൈലിങ്ങിൽ അത്യാവശ്യം നല്ലൊരു കാണാനൊരു ലുക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ D-Maxൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. ആ ഒരു ടാങ്കും ഹെഡ്ലൈറ്റും ഒക്കെ നോക്കുന്ന ഒരു സമയത്ത് ചെറിയൊരു ഇൻസ്പിറേഷൻ. അതായത് ഹാർലി ഡേവിഡ്സൺ X440 ഉരുത്തിരിഞ്ഞുണ്ടായ ഒരു ബൈക്കാണ് ഇത്. ആക്ച്വലി അത് നേരെ തിരിച്ചാണ്. ആദ്യം ഹീറോ ആണ് ആക്ച്വലി ഈ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ആദ്യമായിട്ട് ഈ വണ്ടി വരുന്നതെന്ന് പറയുന്നത് ഹാർലി ഡേവിഡ്സൺ X440 അതിനുശേഷമാണ് ഈ വണ്ടി വന്നത്. അപ്പം ഹാർലെ അല്ലാതെ ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ജോലികളും ഇതിനകത്ത് ചെയ്തപ്പം Yamaha പോയി എന്ന് വേണം പറയാൻ. അത് Yamahയുടെ ഒരു V-Maxൻ്റെ ഒരു കട്ടുണ്ട്, പിന്നെ CB300R ഒരു ചെറിയൊരു കട്ടുണ്ട്, ഹെഡ്ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ ആയി തോന്നുന്നു. ബട്ട് ഓൾ ടുഗദർ നല്ലൊരു ലുക്കുള്ളൊരു വണ്ടിയാണ്. എല്ലാവരും നോക്കുന്നുണ്ട് വണ്ടി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഹീറോ ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഹീറോ എന്ന് എവിടെയും അങ്ങനെ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടില്ല അത്രത്തോളം കാണുന്ന രീതിയിൽ. പിന്നെ ഹെഡ്ലൈറ്റ് കുറച്ചൊന്ന് താന്നിരിക്കുന്ന പോലെയാണ്. നല്ല ഇലുമിനേഷൻ ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു, വളരെ ഫങ്ഷണലാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹാർലി ഡേവിഡ്സണുള്ള അതേപോലെ തന്നെയാണ്. അതിന് പകരം ഹീറോൻ്റെ എംബ്ലം അതിനകത്ത് കൊടുത്തു. നമുക്ക് കൺവെൻഷണൽ ഫോക്സ് വന്നിട്ടുള്ളത്, USD ഫോക്സ് അല്ല. പക്ഷേ അതൊരു ഡീൽ ബ്രേക്കറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനായിട്ടാണ് ഫീൽ ചെയ്തത്. MRFൻ്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. പൊതുവേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, അതായത് MRFൻ്റെ ടയേഴ്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, MRF എന്ന് പറഞ്ഞ കമ്പനിയെ ഇഷ്ടമല്ല എന്നൊക്കെ. കാരണം പൾസർ 400ൻ്റെ റിവ്യൂവിനകത്ത് ആൾക്കാർ അങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ ഡെഫിനറ്റ്ലി നോട്ട്. കാരണം വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു ബൈക്കിന് മോശം ടയർ വരുന്ന സമയത്ത് അത് മോശം ടയറാന്ന് തന്നെ പറയും. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന MRF എന്ന് പറയുന്നത് വളരെ കേപ്പബിൾ ആയിട്ട് തോന്നി. നല്ല കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്, അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഹാർലി ഡേവിഡ്സൺ കണ്ടിട്ടുള്ള 440 എഞ്ചിനാണ് അവിടെ കാണുന്നത്. എക്സാക്ട്ലി സെയിം എഞ്ചിനാണ്. അതായത് അതിൻ്റെ ട്യൂണിങ്ങിന് ഒന്നും വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. എക്സോസ്റ്റിന് മാത്രം ഒരു വ്യത്യാസമുണ്ട്. കാരണം ഹാർലയുടെ എക്സോസ്റ്റ് സൗണ്ടും കുറച്ചൊരു വ്യത്യാസമാണ്. എനിക്ക് ഹാർലയുടെ സൗണ്ടാണ് കുറച്ചുകൂടെ ഒരു കേൾക്കാൻ ഒരു കുറച്ചുകൂടെ രസമുള്ള പോലെ തന്നെ. കാരണം കുറച്ചുകൂടെ ഒരു പൊട്ടലും ഒരു പെപ്പിയർ ഫീലൊക്കെ ഉള്ളൊരു എഞ്ചിനായിട്ട് തോന്നി. ഇത് കുറച്ചുകൂടെ ഒരു ടൈംഡാണ്. ഇതിനങ്ങനത്തെ മിസ് ഫയർസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. ഹാർലേക്ക് മിസ് ഫയർ ഉണ്ടെന്ന് പറയുന്നത് മോശമായിട്ടല്ല, പക്ഷേ കേൾക്കാൻ കുറച്ചും കൂടെ രസം ഹാർലി ഡേവിഡ്സണാണ്. ഇത് കുറച്ചുകൂടെ ഒരു പിടിച്ചു വെച്ചിട്ടുള്ളൊരു ശബ്ദമാണ്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാങ്കാണ്. മാവറിക് 440 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 3 വേരിയൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. ആ 3 വേരിയൻറ്റിലെ ടോപ്പ് ഓഫ് ദി വേരിയൻ്റാണിത്. 3 വേരിയൻറ്റിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് അതിന് ബേസ് എന്നാണ് വിളിക്കുന്നത്, സെക്കൻഡിന് മിഡെന്നും തേർഡിന് ടോപ്പ് വേരിയൻ്റ് എന്നുമാണ് വിളിക്കുന്നത്. ബേസ് വേരിയൻറ്റിന് സ്പോക്ക് വീൽസാണ് വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ട്യൂബ്ലെസ് ടയർ വരില്ല. അപ്പോൾ നിങ്ങളത് നോക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ വേരിയൻ്റാണ് ആക്ച്വലി ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വരുന്ന ഒരു വേരിയൻറ്റ്. അപ്പോൾ മിഡ് വേരിയൻറ്റ് എന്ന് പറയുന്നത് 2 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. അങ്ങനെ അലോയ് വീൽസും വരുന്നുണ്ട്. പിന്നെ ടോപ്പ് വേരിയൻറ്റ് എന്ന് പറയുന്നത് മാറ്റ് ബ്ലാക്കിലും ഗ്ലോസ് ബ്ലാക്കിലും ഇതുപോലെ വരും. പിന്നെ അവിടെ മാവറിക് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു എംബെഡഡ് ലെറ്റേഴ്സുമായിട്ടാണ്. അപ്പോൾ അതാണ് ബേസിക് വേരിയൻസ് ഉള്ള ഡിഫറൻസ്. ബാക്കിയെല്ലാ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ സെയിം ആണ്. പിന്നെ ചെറിയ രീതിയിലുള്ള ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൂ, അധികം ഓവറാക്കലോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇപ്പം ഈ ഒരു ചളിയുടെ പാറ്റേൺ ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഫെൻഡർ എക്സ്റ്റൻഡർ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടേക്കൊക്കെ നന്നായിട്ട് ചളി തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടയറിൻ്റെ മുകളിൽ നിന്ന് തെറിച്ചതാണ്. പിന്നെ ഇത് എയർ ആൻഡ് ഓയിൽ കൂളിലാണ്, അവിടെ നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ ഒരു ടോർക്ക് X എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റാണ്. ഈ ഒരു സാധനം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയെന്ന് എൻ്റെ പില്യൻ പറഞ്ഞു. ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. പിന്നെ പുറകോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് ടെയിൽ ലൈറ്റ്, ഹീറോ അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഇട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റ്. മൊത്തത്തിൽ വണ്ടി ഒരു കാണാനൊരു ലുക്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഭംഗിയൊക്കെ ഉള്ള ഒരു കുട്ടപ്പൻ ബൈക്ക്. പിന്നെ ഇതിന് മുകളിൽ ഇപ്പോൾ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്രാഷ് ബാസും ഈ ബാക്കിലിരിക്കുന്ന ആ ഒരു പില്യൻ ബാക്ക് റെസ്റ്റ് മാത്രമാണ് ആക്സസറീസ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വണ്ടിയിൽ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. വണ്ടിയിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ
ഇതിനകത്ത് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു കോൺസോളാണ്. അപ്പോൾ ഈ ചെറിയൊരു കോൺസോൾ ആദ്യം എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, പിന്നെ ഉപയോഗിച്ച് അത് കംഫർട്ടബിളായി തന്നെ വേണം പറയാൻ. പിന്നെ രണ്ട് സൈഡും എനിക്ക് പ്ലാന്റഡ് ഫുഡ് ഉണ്ട്. ഒരുപാട് സീറ്റ് ഹൈറ്റുള്ളൊരു ബൈക്കല്ല, മിറേഴ്സ് അത്യാവശ്യം വിസിബിലിറ്റി വരുന്നുണ്ട്, പക്ഷേ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർട്ടൻ RPM ഒരു 4000 5000 ഒക്കെ കഴിഞ്ഞാൽ മിറർ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങും. നമ്മുടെ പഴയ ക്ലാസിക് 350യുടെ മിറർ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഡാഷ് ഓൺ ആക്കുന്നതിന് മുന്നേ നമുക്ക് ഹാൻഡിൽ ബാറിലെ സ്വിച്ചസിലേക്കൊക്കെ നോക്കാം. ഇവിടെയാണ് ഹൈ ബീം ലോ ബീം സ്വിച്ച് വരുന്നത്. ഇതിന് ലൈറ്റ് ഓൺ ആക്കാനായിട്ടുള്ളൊരു സ്വിച്ചില്ല, അതിന് പകരം ഇവിടെ ഡാഷിൽ ഒരു ചെറിയൊരു സ്പോട്ട് കാണുന്നുണ്ട്, അതൊരു സെൻസറാണ്. ഇതിന് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡേ ടു നൈറ്റ് റൈഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് വന്നോളും. പിന്നെ ഹൈ ബീമും ലോ ബീമും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, പാസ് സ്വിച്ചും യൂസ് ചെയ്യാം. പിന്നെ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ്. കുറച്ചൊരു ഫ്ലിംസി ആയിട്ട് തോന്നി, എനിക്ക് അത്രത്തോളം ഒരു കോൺഫിഡൻസ് തോന്നിയില്ല, ഉപയോഗിക്കാൻ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്തില്ല. ഹോൺ ഇവിടെ ഉണ്ട്. ഇപ്പുറ സൈഡ് നോക്കിയാൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ചാണ്, പിന്നെ സ്റ്റാർട്ട് ബട്ടൺ ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കോഷൻ ലാമ്പ് ഉണ്ട്. അത് പോരായിട്ട് ഇവിടെ ഒരു SOSും കൂടിയുണ്ട്. അപ്പം ഈ ഒരു ബൈക്കിന് നമുക്ക് eSIM ഇട്ടിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു SOS ബട്ടണൊക്കെ ഉള്ളത്. അപ്പം അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ നമ്മൾ കീ ഓണാക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്പ്ലേ ആണ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ സൈഡിൽ കാണുന്ന ടാക്കോമീറ്ററാണ്. 6000 RPMലാണ് ഇതിൻ്റെ റെഡ് ലൈൻ വരുന്നത്. സ്പീഡോമീറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ട്രിപ്പ് A ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ അതൊക്കെ മാറും. ട്രിപ്പ് B. ഈ സ്വിച്ചസൊക്കെ അത്രത്തോളം പ്രീമിയമായിട്ട് തോന്നുന്നില്ല, ഒരു ചെറിയൊരു ക്വാളിറ്റി ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് റണ്ണിങ് മൈലേജാണ്. സാധാരണ കൈ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ക്വാളിറ്റി ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പം ഗ്ലൗസും കൂടെ യൂസ് ചെയ്താൽ പറ്റുന്നില്ല. പിന്നെ ടൈം കാണുന്നുണ്ട്, ടാങ്ക് റേഞ്ച് കാണുന്നുണ്ട്, ഓഡോമീറ്റർ കാണുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതൊക്കെ വരുന്നൊരു സമയത്ത് കോൾ അലേർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മൊത്തത്തിൽ ഒരു വെൽ അപ്ഡേറ്റഡ് ഡാഷ് തന്നെയാണ് അത്. ആ ഒരു ഡിസ്പ്ലേ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ദിവസം എനിക്കത് അത്രത്തോളം എന്താ പറയുക ഒരു കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ അങ്ങോട്ടേക്ക് RTR ഓടിച്ചിട്ടാണ് പോയത്. അപ്പോൾ RTRന് കുറച്ചുകൂടെ കളർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആ ഒരു ഡേ ആൻഡ് നൈറ്റ് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് ഈ ഒരു ഡിസ്പ്ലേ ഇപ്പം ഭയങ്കര കംഫർട്ടബിളായി. ഇനി ഇതിൻ്റെ എക്സോ സൗണ്ട് ഒന്ന് കേൾക്കാം. അതായത് ഹാർലി ഡേവിഡ്സൻ്റെ ആ ഒരു പൊട്ടൽ ശബ്ദമൊക്കെ മാറിയിട്ട് വളരെ ഡീസൻ്റായിട്ട് വളരെ നീറ്റായിട്ട് സൗണ്ട് ചെയ്യുന്ന ഒരു ബൈക്ക് എന്ന് വേണം പറയാൻ. പിന്നെ ഞാൻ പറഞ്ഞു ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി നന്നായിട്ടുണ്ടെന്ന്. ഹെഡ്ലൈറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു ഹീറോയുടെ ഒരു H ലോഗോ ആണുള്ളത്. താഴത്തെ ഭാഗത്തൊരു പ്രൊജക്റ്റഡ് ഹൈ ബീമും ഉണ്ട്, മേലത്തെ ഭാഗമാണ് നോർമൽ ലോ ബീം വരുന്നതും. പിന്നെ അവിടെ നിന്ന് ഒരു വളഞ്ഞു പോകുന്ന ഒരു മിഡ് പൈപ്പൊക്കെ കാണാം. ഇത്രയും ഭാഗമാണ് ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ വണ്ടി ഓടിച്ച് സംസാരിക്കാം. അങ്ങനെ നമ്മൾ റോഡ് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് വലിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം നേരത്തെ ഫീച്ചർ വാക്ക് ത്രൂവിൽ മിസ്സായി പോയിട്ട് പറയാൻ വേണ്ടിയിട്ട്, അത് ഇവിടെ ഒരു ചെറിയൊരു നോർമൽ USB പോർട്ട് വരുന്നുണ്ട് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം നമുക്കിനി വലിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാൻഡിൽ ബാറിൽ വൈബ്രേഷൻ വരുന്നുണ്ട്, അത് നിങ്ങൾ മിററിൽ ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പവർ കർവ് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാതിരിക്കാൻ ഞാൻ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇത് ബോട്ടം എൻഡിന് സെറ്റ് ചെയ്തിട്ടുള്ള പക്ക ക്രൂസർ എഞ്ചിനായിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് 440cc എന്ന് പറയുന്നത് എക്സാക്ട്ലി, അതായത് ഒരു 0 to 100 എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്പീഡ്സ് എല്ലാം തന്നെ ക്ലൈമ്പിംഗ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് 6000 RPMലാണ് ഇതിൻ്റെ റെഡ് ലൈൻ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഒരു 4th ഗിയർ വരെയാണ് നമുക്ക് ശരിക്കും റെഡ് ലൈൻ കട്ട് ഓഫ് തന്നെ വണ്ടിയെ ടച്ച് ചെയ്യുന്നത്. 5th ഗിയറിൽ അങ്ങനെ കട്ട് ഓഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ല 6th ഗിയറും എനിക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അതായത് നമ്മൾ പൊതുവേ പഴയ എൻഫീൽഡ്സിലൊക്കെ കണ്ടുപോലെയുള്ള, അതായത് 350 സീരീസിലൊക്കെ കണ്ടുപോലത്തെ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു 2000 to 3000 RPMലാണ്. അതായത് 6th ഗിയറിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് 80 സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ടോർക്ക് ഉള്ളൊരു എഞ്ചിനാണ്. നമുക്ക് ആ 1st ഗിയർ 2nd ഗിയറൊക്കെ നല്ല ടോർക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഹമ്പിലൊക്കെ നിർത്തി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുഴിയൊക്കെ ചാടുന്നൊരു സമയത്തോ എപ്പോഴും ഫസ്റ്റിലേക്ക് തട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ 2nd ഗിയർ തന്നെ ക്ലച്ച് താങ്ങേണ്ട ആവശ്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈസി ആയിട്ട് നമ്മൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വണ്ടിക്ക് ഒരു നോക്കിങ്ങോ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ വണ്ടി എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു എഞ്ചിൻ്റെ വേറെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൻ്റെ അത്രത്തോളം ഇല്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ഒരു 100-110 ഒക്കെ കഴിഞ്ഞാൽ
ജ്യൂസ് ചെറുതായിട്ട് പോകുന്ന പോലെ തോന്നും. അപ്പം ഇന്നിപ്പോൾ തന്നെ കണ്ടുവല്ലോ, ഒരു 125 ഒക്കെ നമുക്കൊരു ഈസിലി അച്ചീവബിൾ ആയൊരു ടോപ്പ് സ്പീഡാണ് 5th ഗിയറിൽ. അതിനുശേഷം 6th ഗിയർ എന്ന് പറയുന്നത് ക്രൂസിങ് ഗിയറാണ്. പക്ഷേ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു 142 അങ്ങനെ എന്തോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എന്താ പറയുക, ക്രോസ് വിൻസ് ഭയങ്കര കുറവായിരുന്നു, പിന്നെ ചെറിയൊരു ഇറക്കം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 125 to 135 ആണ് ഒരു മാക്സ് സ്പീഡൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4000 RPM, അതായത് ഇപ്പോൾ നമ്മൾ പോകുന്ന സ്പീഡ് 74 ആണ്. ഒരു 90 സ്പീഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഹാൻഡിൽ ബാറിൽ നല്ലോണം അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാൻഡിൽ ബാർ നോക്കാൻ വേണ്ടിയിട്ട്, മിറേഴ്സിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. മിറേഴ്സ് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. സീറ്റിൽ അറിയുന്നുണ്ട്, ഫുഡ് പെക്കിൽ അറിയുന്നുണ്ട്, അപ്പോൾ എല്ലായിടത്തും വൈബ്രേഷൻ അറിയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഇഷ്യൂ ഉള്ളൊരു ബൈക്കാണിത്. എനിക്കറിയില്ല ഈ റോയൽ എൻഫീൽഡിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണോ ആൾക്കാർ എഞ്ചിൻ ഉണ്ടാക്കുമ്പോൾ വൈബ്രേഷൻ അടക്കം ഉണ്ടാക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു എഞ്ചിൻ ക്യാരക്ടർ ആയിരിക്കാം. അതായത് ലോങ് സ്ട്രോക്ക് എഞ്ചിൻ വരുന്നൊരു സമയത്ത് നമ്മൾ ഹയർ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമായിരിക്കാം ഇത്. അപ്പോൾ അതിനെ കുറ്റം പറയാനും പറ്റില്ല എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ്റെ ആക്ച്വൽ പർപ്പസ് എന്ന് പറയുന്നതും ആ ഒരു ലോവർ ടു മിഡ് റേഞ്ച് RPM ഓടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്താ പറയുക, ഒരു പിഴിഞ്ഞ് ഓടിക്കുക എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഈ ഒരു എഞ്ചിന് പറ്റിയൊരു ടൈപ്പ് സാധനമല്ല. ഇനി നമ്മുടെ റൈഡിങ് എക്കണോമിക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്ററാണ്. കുറച്ച് മുന്നോട്ടേക്ക് നമ്മൾ ഏന്തിയിരിക്കുന്ന പോലെ തോന്നും, എന്നാലും ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ പുറകോട്ടേക്കാണ് വരുന്നത്. ക്രൂസർ ടൈപ്പ് റൈഡിങ് എക്കണോമിക്സ് ആണ്. നമ്മൾ കുറച്ച് മുന്നോട്ടേക്കാണ് കാല് വയ്ക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ഫീലാണ്. സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഞാൻ വണ്ടി എടുക്കാൻ പോയൊരു സമയത്ത് ഞാൻ പറഞ്ഞു മൈസൂർ സൈഡ് പോയിട്ടാണ് വണ്ടി എടുത്ത് വന്നത്. ആ ഒരു സമയത്ത് ഞാൻ RTR ആയിട്ട് പോയത്. അപ്പോൾ RTR എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് നേക്കഡ് ഒരു സ്പോർട്ടി ഫീലുള്ള ഒരു ബൈക്കാണ്. അതുമായിട്ട് അവിടെ ചെന്ന് അതിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് കയറിയപ്പോൾ റൈഡ് ഫീൽ ഭയങ്കരമായിട്ടൊരു വ്യത്യാസം തോന്നി. അതായത് ശരിയാവുന്നില്ല, അതായത് ഒട്ടും കൺട്രോളില്ല, ഞാനിങ്ങനെ ഏന്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഇതിപ്പം എൻ്റെ 10th ഡേ അങ്ങനെ എന്തോ വണ്ടി ഓടിക്കുന്നത്. ഇപ്പം പിന്നെ ഞാനൊരു ഓൺ ബൈക്ക് പോലെയാണ് യൂസ് ചെയ്യുന്നതും. പിന്നെ കാലൊക്കെ നല്ലോണം ഹഗ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഹഗ് ചെയ്യുന്നൊരു സമയത്ത് നമ്മൾ ആ പറഞ്ഞ 4000 RPM മേലെയാണെങ്കിൽ നമുക്ക് വൈബ്രേഷൻസ് തട്ടുന്നുണ്ട്. ഇനി സസ്പെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ USD അല്ല, നോർമൽ ഫോക്സ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റിൽ ഭയങ്കര ഈസി ടു റൈഡാണ്, കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സസ്പെൻഷൻ സെറ്റിംഗ് ആണ്. ഫ്രണ്ട് ഓർ ബാക്ക് സസ്പെൻഷനും മോണോഷോക്ക് അല്ല വന്നത്, ട്വിൻ സ്പ്രിങ്സ് ആണ് വന്നതെന്നുണ്ടെങ്കിലും എന്താ പറയുക, നല്ല കംഫർട്ടബിളായിട്ട് രീതിയിലുള്ള സെറ്റ് ചെയ്തിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ഹാർഡ് സെറ്റിങ്സ് ഒന്നുമല്ല. അതുകൂടാതെ കോർണർ ചെയ്യുന്ന സമയത്തും നല്ല രീതിയിൽ കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കോർണർ ക്ലിയറൻസ് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ഫുഡ് പെക്ക് ഇടിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഓൾ ടുഗദർ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റിംഗ് കൊള്ളാം, ഇതിന് വന്നിരിക്കുന്ന ടയേഴ്സ് കൊള്ളാം, ടയർ പ്രൊഫൈൽ കൊള്ളാം, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ബ്രേക്കിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് അത്യാവശ്യം കൊള്ളാം. പിന്നെ വണ്ടി കുറച്ച് ഹെവിയാണ്. അത് നമ്മൾ പാർക്കിംഗ് ലോഡിൽ നിന്നൊക്കെ എടുത്ത് മാറ്റുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും വണ്ടി കുറച്ച് ഹെവിയാണ്. ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. പക്ഷേ ഹാർലി ഡേവിഡ്സൻ്റെ X440 കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഹെവി അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്ററായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ ഹാർലി ഡേവിഡ്സൺ X440 നമ്മുടെ ഹണ്ടറും പിന്നെ CV350 ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു മെഗാ കമ്പാരിസൺ എന്ന് പറയുന്നത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ വീഡിയോയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഇനി ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എയർ ആൻഡ് ഓയിൽ കൂൾഡായിട്ട് വരുന്നൊരു ബൈക്കാണ്. ഈവൻ മഴക്കാലാണെങ്കിൽ പോലും ഞാൻ ഓടിക്കുന്നൊരു സമയത്ത് എനിക്ക് ചെറിയൊരു ഹീറ്റിംഗ് ഫീൽ ചെയ്തു. ഇത് ബ്രാൻഡ് ന്യൂ ബൈക്കും കൂടിയാണ്, ഒന്ന് കൂടുതൽ ഹീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ആ കണ്ടൊരു ഹീറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇത് കുറച്ചൊന്ന് ഹീറ്റ് ചെയ്യുന്നൊരു എഞ്ചിനാണ്. അത് ഈ ഭാഗത്തേക്കൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്യണം. അതായത് വളരെ ഡെഡ് ട്രാഫിക്കിൽ അല്ലെങ്കിൽ പതുക്കെ നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ പോലും, അതായത് ട്രാഫിക് ഒന്നുമില്ല, വളരെ പതുക്കെ ഒരു 20 km സ്പീഡ് അല്ലെങ്കിൽ അതിലും താഴെ നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് ചെറുതായിട്ട് അറിയും. പിന്നെ യു ടേൺസ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ത്രോട്ടിൽ അങ്ങനെ മിസ്സാവുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ക്ലച്ച് മിസ്സായിട്ടാണ് സാധാരണ വണ്ടി ഓഫ് ആവാറ്. ഇതിനകത്ത് ക്ലച്ച് മിസ്സായി കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകാന്നുള്ളൊരു ടെൻഡൻസിയാണ്, ഞാൻ പറഞ്ഞ പോലെ ടോർക്കി ആയതുകൊണ്ട്. അപ്പം യു ടേൺ എടുക്കുന്ന സമയത്ത് ഇൻകേസ് ക്ലച്ച് മിസ്സായാലും നമ്മൾ വണ്ടി ഓഫായിട്ടല്ല വീഴാൻ പോകുന്നത്. വീഴുകയാണെങ്കിൽ അത് വണ്ടി കുറച്ചുകൂടെ ടോർക്കിയായിട്ട് വണ്ടി ഓടി തുടങ്ങുന്നതുകൊണ്ടാണ് വീഴുക. അപ്പം വീഴും എന്നല്ല പറയുന്നത്, ഞാൻ ഒരു സാധ്യത പറയാം. സാധാരണ യു ടേൺ എടുക്കുമ്പം ആൾക്കാർ പൊതുവെ വീഴുന്നത് ക്ലച്ച് മിസ്സായിട്ടാണ്. പിന്നെ ക്ലച്ച് ഫീൽ, ഗിയർ ബോക്സിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലച്ച് അത്യാവശ്യം നല്ല ലൈറ്റാണ്. ഗിയർ ബോക്സും സർപ്രൈസിംഗ്ലി വളരെ ക്രിസ്പായിട്ടാണ് ഫീൽ ചെയ്തത്. വളരെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു മോഡലിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2.57 lakh ആണ്. ഇതിന് സർവീസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് ആദ്യത്തെ സർവീസ് സൈക്കിൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 500 to 750 kilometers ആണ്. അതിനുശേഷം 1 in 5,000 kilometersലാണ് സർവീസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു 2,000 to 3,000 rupees ആണ്. ഒബ്വിയസ്ലി ഹാർലി ഡേവിഡ്സൺ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് ഇതിൻ്റെ സർവീസ് കോസ്റ്റും കുറവായിരിക്കും. പിന്നെ മൈലേജ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു 25 to 30 എക്സ്പെക്ട് ചെയ്യാം. എനിക്ക് 22 ഒക്കെ ആയിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. ഞാൻ പിന്നെ നല്ലതുപോലെ പൊളിച്ചുമാണ് ഓടിക്കുന്നത്, അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ ഒന്ന് മൈലേജ് കുറഞ്ഞ് കിട്ടിയത്. ഇനി ഈ വണ്ടി വാങ്ങണോ വേണ്ടേ എന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോസ്റ്റ് അഫോർഡബിൾ 440 എഞ്ചിൻ തന്നെയാണ്. അതായത് ക്രൂസർ ബേസ്ഡ് ആയിട്ടുള്ളൊരു 440 എഞ്ചിൻ തന്നെയാണ് ഹീറോ നമുക്ക് തന്നിട്ടുള്ളത്. അതിലൊരു സംശയമില്ല. അതായത് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിലെ ഏറ്റവും വലിയ എഞ്ചിനാണ്. പക്ഷേ അത് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എഞ്ചിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്പീഡിൽ പോകുന്ന എഞ്ചിനാണെന്നല്ല, ഏറ്റവും ബെറ്ററായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന എഞ്ചിൻ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇതൊരു സ്പോർട്സ് ബൈക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ
ഇതിപ്പം അങ്ങനെ പറന്ന് 150 അല്ലെങ്കിൽ അതിന് മേലെ പോകുന്നതെന്ന് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ 100 വരെയുള്ള സ്പീഡ്സ് ഭയങ്കര ഈസി ആയിട്ട് ക്ലൈംബ് ചെയ്യും. അപ്പം വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ്. പിന്നെ ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ബിഗിനർ ഫ്രണ്ട്ലി അല്ല. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബൈക്കാണ്, കുറച്ചുകൂടെ ടോർക്കിയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഒരു 150cc അപ്ഗ്രേഡ് ചെയ്യുന്നൊരു സമയത്ത് നിങ്ങൾ കംഫർട്ടബിളായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നൊരു എഞ്ചിൻ തന്നെയാണ്. ഹൈവേ ടൂറിങ്ങിന് ഉപയോഗിക്കാം, സിറ്റി റൈഡിങ്ങിന് ഉപയോഗിക്കാം, ഓഫ് റോഡിങ്ങിന് എനിക്ക് തോന്നുന്നില്ല ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഇത് എനിക്ക് അത്രത്തോളം കമ്പാറ്റബിൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഒരു കോൺസെപ്റ്റിന് ഒരു ചെറിയൊരു അടിവ് എനിക്കിപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു ക്വാളിറ്റി ഇഷ്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഹീറോ ഇതിനെ ഒരു ഓഫ് റോഡ് ബൈക്കായിട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇത് ഓഫ് റോഡ് ബൈക്കല്ല. ഹീറോ അങ്ങനെ തടി തപ്പാൻ നോക്കണ്ട. എക്സ്പൾസിൽ ഈ ഒരു എഞ്ചിൻ വന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു ഓഫ് റോഡ് ബൈക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്പൾസിൽ ഈ ഒരു എഞ്ചിൻ വന്നാൽ അത് അടിപൊളിയായിരിക്കും തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഓഫ് റോഡ് ഒന്ന് ചെറുതായിട്ട് ഇറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തും എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്കണോമിക്സും ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവനെ ഒന്ന് ജിമ്മിൽ വിട്ട് എന്തായാലും ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ദിസ് നോട്ട് എ ഗുഡ് ഓഫ് റോഡ് ബൈക്ക്. എക്സ്പൾസ് തന്നെയാണ് നോക്കുന്നത്. ഹൈവേ ടൂറിംഗ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയൊരു ബൈക്കാണ്. അതുപോലെ നിങ്ങൾക്ക് പില്ലിയനും വെച്ചിട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിലും അതിനും പറ്റിയൊരു ബൈക്കാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു വാല്യൂ ഫോർ മണിയായ കംഫർട്ടബിളായിട്ട് ഒരു നല്ലൊരു ക്രൂസർ, കാണാനും മോശമില്ലാത്തൊരു ലുക്ക് ഉണ്ട്, അത്യാവശ്യം റോഡ് പ്രസൻസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ക്രൂസർ എന്ന് വേണം പറയാൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു മെഗാ കമ്പാരിസൺ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ഫ്രം ദ ബിഗിനിങ് ഞാൻ പറയുന്ന ഒരു കാര്യം, കാരണം നമുക്ക് ഈ ഒരു ബൈക്ക് തന്നെ റിവ്യൂ ചെയ്യാൻ കിട്ടാറില്ല. അപ്പോൾ അതിന് നമുക്ക് ബൈക്ക് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ജെനുവിനായിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി അവസരം ഒരുക്കി തന്നെ APS മോട്ടോഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളിപ്പോൾ നാട്ടിലാണെങ്കിലോ ബാംഗ്ലൂരാണെങ്കിലോ മൈസൂരാണെങ്കിലോ നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നില്ല, വണ്ടിക്ക് ഷോർട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് വെയിറ്റിംഗ് പീരീഡ് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കുക, എന്നിട്ട് സംസാരിച്ച് നോക്കുക. അവർക്ക് ഒരുപാട് സ്റ്റോക്കൊക്കെ ഉള്ളതാണ്. അപ്പം വണ്ടി അവരുണ്ടെങ്കിൽ എന്തായാലും എത്തിച്ചേരും. അപ്പോൾ എത്രയാണ് ഈ ഒരു വണ്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് ഹാപ്പിനെസ് തോന്നുന്നൊരു വണ്ടിയാണ്. ആഫ്റ്റർ എ ലോങ് ടൈം ആദ്യമായിട്ട് ഫസ്റ്റ് ജനറേഷനിൽ ഇറങ്ങിയ ഒരു ഹീറോ ബൈക്കിൻ്റെ മുകളിൽ എനിക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ദർ ആർ സം മിസ്സസ് ഹിയർ ആൻഡ് ദർ. അതായത് സ്വിച്ച് ഗിയർ ക്വാളിറ്റിക്ക് പ്രശ്നമുണ്ടെന്ന് ചില ഓണേഴ്സ് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തന്നെ ആ ഒരു തോന്നിയ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഇഷ്യൂ ഒക്കെ തോന്നുന്നുണ്ട്. അതർവൈസ് ഈ ബൈക്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അത്രയാണ് ഈ ഒരു ബൈക്കിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ. വൈബ്രേഷൻ